മോർണിംഗ്. നമ്മൾ രാവിലെ ട്രിവാൻഡ്രം പോവാണ് കേട്ടോ. ഞാനും ചിൻറ്റും അച്ചാച്ചനോടെയാണ് പോകുന്നത്. അപ്പം ഇനി തൊട്ട് ട്രിവാൻഡ്രത്തെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. നമ്മളിവിടെ എത്തി. നമ്മൾ തിരുവല്ല എത്തി. ചിന്നു നല്ല ഉറക്കമായിരുന്നു. ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെ തിരുവനന്തപുരത്ത് പോവാന്ന്. അപ്പം പോകുന്ന വഴിക്ക് കാണാം. ഹായ് പറഞ്ഞേ. ഗൈസ്, ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ ക്ലൗഡി സ്കൈ കാണാൻ പറ്റും. ചിൻറ്റുവിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം അവനെ എൻഗേജ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവനോട് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചയൊക്കെ കാണിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെയാട്ടോ ഞങ്ങൾ പോകുന്നത്. അല്ലെ അവനതൊരു ബോറടിയാവും. നമ്മൾ രാവിലെ ഒരു 6:45, 7 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. വിശപ്പിന് പിടിയൊക്കെ പോയി വന്നു തുടങ്ങി. നമ്മുടെ അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാനും അച്ചാച്ചനും പൊറോട്ടയാണ് മേടിച്ചത്. ചിൻറ്റുവിന് അപ്പം മേടിച്ചു. കണ്ടില്ലേ, അപ്പം വായിലോട്ട് വെച്ചതും അതേപടി തുപ്പിക്കളഞ്ഞു. പുള്ളി കഴിച്ചില്ല. പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു മേടിച്ചത്. അച്ചാച്ചൻ മീൻകറിയായിരുന്നു മേടിച്ചത്. അങ്ങനെ ഞാൻ പൊറോട്ടയും മുട്ടക്കറി എല്ലാം കഴിക്കുവാണ്. ചിൻറ്റു ആകെപ്പാടെ മുട്ടയാണ് കഴിച്ചു, വേറൊന്നും അവൻ കഴിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് വെള്ളത്തിൻ്റെ ചൂട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ പുതുശ്ശേരി ഭാഗമോ അവിടെ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ കഴിച്ചു. നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരാൾ പുറകിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കാണ്. എന്നാ പറഞ്ഞ തിന്നുന്നേ? ആണോ? ഏത് ബിസ്ക്കറ്റ് തിന്നുന്നേ? ആണോ? ഇഷ്ടമാണോ ബിസ്ക്കറ്റ്? അങ്ങനെ നമ്മൾ പോയ വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി കുഞ്ഞിന് ബിസ്ക്കറ്റും കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചു. വീണ്ടും യാത്ര തുടരുവാണ്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പയ്യെ പൊക്കോണ്ടിരിക്കുവാണ്. സ്കൈ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്ത് രസമാണെന്ന് എനിക്ക്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയോ മഴക്കാറോ ഒന്നുമില്ലായിരുന്നു. നല്ല ക്ലൗഡി ആയിട്ട് കിടക്കുമായിരുന്നു. ഫുൾ ക്ലൗഡ്സൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല നീല ആകാശത്ത് വെള്ള പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പോയ വഴിക്കാൻ കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ മടുപ്പോ ഒന്നും തോന്നിയില്ല. ചിൻറ്റു ആണ് പുറകിലത്തെ സീറ്റിൽ തന്നെയായിരുന്നു. ഇതേ നോക്കിയേ, ആ മലയുടെ മുകളിലൊരു അമ്പലം കണ്ടോ? ഇതിലേ പോകുമ്പോൾ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഞാൻ എപ്പോഴും അച്ചാച്ചനോട് ചോദിക്കും, എങ്ങനെയായിരിക്കും അമ്പലത്തിലോട്ട് എല്ലാവരും കയറുന്നത്? വേറെ ഏതെങ്കിലും വഴി കാണുമായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ആറ്റിങ്ങലെത്തി കേട്ടോ. ആറ്റിങ്ങലെത്തിയപ്പോഴത്തേനും ഈ മനോഹരമായ കാഴ്ച കണ്ടത് നോക്കിയേ. അത് ഫുൾ പ്ലാസ്റ്റിക് കുപ്പിയാണ്. പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ടാണ് അവർ ആനയും അവിടെ മീനെയും അങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വളരെ മനോഹരമായി. പ്ലാസ്റ്റിക് കുപ്പി കളർ ചെയ്തിട്ടാണ് ആ കാണുന്ന ഫുൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നീണ്ട 4-4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ റെൻറ്റിനാണ് ഇവിടെ. മുകളിലത്തെ നിലയിൽ, താഴത്തെ നിലയിൽ വേറെ താമസക്കാരുണ്ട്. അപ്പം മുകളിലത്തെ നിലയിലാണ് നമ്മൾ റെൻറ്റിന് താമസിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.